നല്ല മഴയാ കേട്ടാ. ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട്? ഒരു ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ കഥ ഞാൻ പറയാം. ആക്ച്വലി ഞാനും പണിക്കാരനും കൂടിയിട്ട് വന്നതാണ്. അപ്പോൾ ഒരു ഹോണ്ടഡ് പ്ലേസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഉള്ളൊരു പുള്ളി പറഞ്ഞ ഒരു കൊലപാതകം നടന്നിട്ട് പിന്നെ അവിടെ പ്രേതത്തിൻ്റെ ശല്യം അങ്ങനത്തെ എന്തൊക്കെയോ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അവിടെ പോയിട്ടൊന്ന് ക്യാമ്പ് ചെയ്യുമോയെന്ന് ഞങ്ങളോട് ചോദിച്ചു. അപ്പം ഞങ്ങളത് ഡിസ്കസ് ചെയ്ത് അങ്ങനെ ഒരു സ്ഥലത്തേക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ ഇറങ്ങിയപ്പോൾ പോകുന്ന വഴിയിൽ ഒരു സ്ഥലത്ത് എത്തി. ആ സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത്. അടിപൊളി സ്ഥലം എന്ന് പറഞ്ഞാൽ അടിപൊളി. നല്ല കാറ്റടിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ എന്നറിയില്ല. നല്ല കാറ്റാ. വരുന്ന വഴിക്ക് നല്ല മഴയായിരുന്നു. അതൊക്കെ നനഞ്ഞ് കുളിച്ച് ഇപ്പോൾ ഫുള്ള് ഡ്രൈ ആയതിന് ശേഷമാണ് ഇപ്പോൾ എന്നെ കാണുന്നത്. അപ്പോൾ ഞാൻ വന്ന വഴിയും അതൊക്കെ ഒന്ന് കണ്ടു നോക്ക്. എന്നിട്ട് ഇവിടെയുള്ള ഭംഗി ഒന്ന് ആസ്വദിച്ചു. ബാക്കിയുള്ള കഥകൾ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ. ഇവിടെ വെള്ളമൊക്കെ ഇട്ടുണ്ടല്ലോ അല്ലേ താഴല്? അങ്ങോട്ടൊക്കെ ഇറങ്ങാം അല്ലേ? അടിപൊളി സ്ഥലം. എന്താ കാറ്റ്! അതൊരു മനുഷ്യന്റെ ഷേപ്പ് ആവൂല്ലേ? ഇവിടുന്നാവും. ബ്യൂട്ടിഫുൾ സ്ഥലാട്ടാ. സ്ഥലം നോക്കിയേ.
പണിക്കാരനെ താഴോട്ടേക്ക് ഇറങ്ങിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് താഴോട്ടേക്ക് ഇറങ്ങട്ടെ. ഞാൻ ഇവിടെ വന്ന് ഇരുന്ന ഇവിടെ ഭയങ്കര കാറ്റ്, ഭയങ്കര റിസ്ക്കാണ് ഇവിടെ ഇരിക്കലേ. സാധനങ്ങളൊക്കെ പാറിപ്പോവും. റെയിൻകോട്ടൊക്കെ ഉണങ്ങി. ഓക്കെ, അപ്പോൾ താഴെ വെച്ച് കാണാം. അടിപൊളി സ്ഥലമാണ് താഴെ അങ്ങോട്ട്. തൽക്കാലം ഇവിടെ സ്റ്റേ ചെയ്യാം. അയ്യോ, പാൻറ് മൊത്തം നനഞ്ഞിട്ടല്ലേ മഴ കൊണ്ടിട്ടേ. ഷൂസും സോക്സൊക്കെ എല്ലാം നനഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അവിടെ ഉണക്കാൻ വെച്ചിട്ടുണ്ട്. പുള്ളി അവിടുന്ന് കുക്കിംഗ് ആണ്. അപ്പോൾ കുക്കിങ് പണിക്കാരനെ ഏൽപ്പിച്ചിട്ടുണ്ട്. പണിക്കാരൻ അവിടുന്ന് ബിരിയാണി ഉണ്ടാക്കാൻ പോവാം, ബിരിയാണി. അപ്പോൾ ഇവിടെ നല്ല ഈ വെള്ളക്കെട്ടിലേ കുളിക്കാൻ പറ്റും. അപ്പോൾ ഒന്ന് കുളിക്കണം. കുറച്ചു നേരം ഇവിടെ ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ. നടന്ന ക്ഷീണം ഒന്ന് മാറ്റണം. ഇവിടുന്ന് അങ്ങോട്ട് വലിയൊരു കൊക്കയാണ്. ഈ ഗ്രാമം മൊത്തം കാണാൻ പറ്റുന്നുണ്ട് ഇവിടുന്ന്. നല്ല വ്യൂ ആണ്. പിന്നെ ഇതൊരു കോറിയാണ്. കോറി തന്നെയാണെന്ന് തോന്നുന്നു. കോറി തന്നെ ആവാൻ സാധ്യത. അതിൻ്റെ ഒരു അടയാളങ്ങളൊക്കെ കണ്ടപ്പോൾ അങ്ങനെ തന്നെ തോന്നുന്നത്. പിന്നെ ഇവിടെ ആരും ഇല്ല, ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. എന്താ ഭംഗി എന്നറിയാം ഇവിടെ. ഇതൊക്കെയാണ് ലൈഫ്. ഇങ്ങനെയുള്ള സ്ഥലത്ത് വന്ന് ക്യാമ്പ് ചെയ്ത് കുക്ക് ചെയ്ത് ഇങ്ങനെ എൻജോയ് ചെയ്യണം ലൈഫിൽ, അല്ലേ? പുള്ളി അവിടെ നിന്ന് ബിരിയാണി കുക്ക് ചെയ്യുന്നുണ്ട്. ഒന്ന് പുള്ളിനെ പോയി ഒന്ന് നോക്കട്ടെ. ഞാൻ ഇവിടെ ഇരുന്നിട്ട് ഭംഗി നോക്കിയിരുന്നാൽ ശരിയാവില്ലല്ലോ. എന്തായി? ആവുന്നുണ്ടല്ലേ? ഞാൻ അങ്ങോട്ട് വരാം. മിസ്റ്റർ പണിക്കാരൻ റെഡിയാവാ. ഇവിടുത്തെ ഭംഗിയില്ലേ, ശരിക്കും ക്യാമറയിൽ ഇതിന്റെ കാണുന്ന എനിക്ക് തോന്നുന്നില്ല. ഇവിടെ ലൈവായിട്ട് കണ്ടാതെ ഇതിന്റെ ഒരു മതിയാവുന്നില്ല. നമ്മള് കുക്കർ ബിരിയാണി കേട്ടാ. കുക്കർ ബിരിയാണിയാണ് പരിപാടി. അപ്പോൾ ഞാനും പണിക്കാരനും മാത്രമേ ഇവിടെ ഉള്ളൂ, വേറെ ഒരാളും ഇല്ല. കണ്ട മുട്ട കണ്ട ടെന്റ് കൊണ്ടുവരായിരുന്നു ഇവിടെ. എന്നാലും അതിൻ്റെ ഒരു രസം അല്ലേ?
രണ്ടും കൂടി കൊണ്ടുവന്ന സെറ്റായനെ. കുളിച്ചാലോ? ഒന്ന് കുളിക്കണം. നല്ല വെള്ളക്കെട്ടാ. ഇവിടെ ആഴൊന്നുമില്ല. ജസ്റ്റ് ഇങ്ങനെ ബാട്ടപ്പിൽ കിടക്കുന്ന പോലെ നല്ല സുഖമായിട്ട് കിടക്കാം. നല്ല അടിപൊളി വെള്ളം. ഒന്ന് കുളിക്കണം ഇവിടെ. അപ്പൊ നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടോ. ആ റൈസ് ഓക്കെ ആവോ? ഞാൻ മറ്റേ ബാസ്മതി റൈസാ വാങ്ങിയത്. റൈസായാലും ഇപ്പൊ 6 കണ്ട് അടിച്ചു നോക്കാം നമുക്ക്. പ്ലേറ്റ് ഉണ്ടായിരുന്നില്ലേ? ആ ഉണ്ടല്ലോ. നല്ല വിശപ്പല്ലേ? അടിപൊളി മണം ബിരിയാണിന്. അവിടെ 2 മരം കാണുന്നുണ്ട്. ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അത് അവിടെ മേലിൽ കണ്ട ഞങ്ങൾ നടന്നു വന്ന വഴിയില്ലേ? അതെ, പറ്റുമോ നോക്കാം അല്ലേ? ടെന്റ് എങ്ങനെ എടുക്കാനാ? താഴെ ഒരു 1.5 കിലോമീറ്റർ നടക്കണ്ടേ? പിന്നെ ഒരു ദിവസം വന്ന് ടെന്റ് അല്ല, നമുക്കൊരു പണി ചെയ്തല്ലോ. ഇതിന്റെ അങ്ങോട്ടുള്ള കാട്ടിലേക്ക് നടന്നിട്ടേ കുറച്ച് മരം വെട്ടിക്കൊണ്ടുവന്നിട്ട് ഒരു വീട് പോലെ ആക്കിയല്ലോ അല്ലേ? ഇവിടെ സ്റ്റേ ചെയ്യുന്ന രീതിയിൽ 2-3 ദിവസം. വെള്ളത്തിന് ഇഷ്ടം പോലെ വെള്ളമുണ്ട്. ഒന്നിനും കുറവില്ലല്ലോ ഇവിടെ. മെറ്റീരിയൽസ് മാത്രം കൊണ്ടുവന്നാൽ മതിയല്ലോ. അപ്പൊ അങ്ങനെ ആക്കാം അല്ലേ? അവിടെ പോയി നോക്കട്ടെ. ഞാനൊന്ന് അവിടെ ഒരു മരം കാണുന്നുണ്ട്, 2-3 മരം. അവിടെ ഹാമൊക്കെ കെട്ടാൻ പറ്റും നോക്കട്ടെ. ഇതാണ്ട് ഇത് ഈ വെള്ളം കെട്ടുന്നതാണ്. പിന്നെ കണക്ഷൻ പോകുന്നണ്ട പൈപ്പ് കണ്ട അങ്ങ് വരികയാണല്ലേ. അവിടെ നിന്ന് ഇങ്ങനെ പോയിട്ട് താഴോട്ടേക്ക് ഇറങ്ങി പോവാണ് ആ ഗ്രാമത്തിലേക്ക്. എന്തായാലും അവിടെ ഹാമൊക്കെ കെട്ടാൻ പറ്റുമോ നോക്കട്ടെ. അതവിടെ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ഇന്ന് ഇവിടെ റെസ്റ്റ് എടുക്കാൻ പറ്റും. അല്ല പിന്നെ പാറക്കെട്ടിൽ പോയി റെസ്റ്റ് ചെയ്യേണ്ടി വരും. അതാ പ്രശ്നം. നോക്കട്ടെ. ചെരുപ്പ് ഷൂസ് കഴിച്ചു വെച്ചോണ്ട് ഭയങ്കര മൂർച്ച. ഈ പാറക്ക് നടക്കാൻ ഭയങ്കര പ്രയാസം. ഇതിന്റെ ഏറ്റവും ടോപ്പിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അവിടെ ഒരു മരം ഉണ്ട് കേട്ടോ. അത് പക്ഷെ സിംഗിളായിട്ട് കിടക്കുക. പിന്നെ ഉള്ളത് കണ്ട ഇങ്ങനെ ഫുൾ ഇങ്ങനെ തന്നെ മൊത്തം പാറയാണ് കേട്ടോ. ഇവിടെ വലിയൊരു വെള്ളക്കെട്ടാ കണ്ട. ഇതൊരു 100 ഫീറ്റിൻ്റെ അടുത്ത് ആഴുണ്ടാവും. ഈ ഒരു ഹൈറ്റില്ലേ, ഈ ഹൈറ്റിന് തന്നെ കണക്കായിട്ട് താഴോട്ടേക്ക് ആഴം ഉണ്ടാവും. പിന്നെ ഉള്ളത് ഇവിടെ ഒരു മരം ഉണ്ട് കേട്ടോ. ഇത് മറ്റേ കശുവണ്ടീൻ്റെ മരമാണ്. പിന്നെ ഇതിൽ ഹാമക്ക് കെട്ടാൻ പറ്റും തോന്നുന്നില്ല. എന്തായാലും നോക്കാം. പിന്നെ ഇവിടെയൊക്കെ മൊത്തം പുല്ല് പിടിച്ച് കിടക്കണ്ട. പുല്ലിൻ്റെ ഇടയിലൊന്നും പോയി ഹാമക്ക് കെട്ടിയിട്ട് നിൽക്കാൻ പറ്റില്ല. പിന്നെ ഇതാ ഇങ്ങനെയാണുള്ളത്. ഇതാണ് സ്ഥലം. ഇതാണ് 360. എന്താ പണിക്കാരൻ അവിടെ ഇരിക്കുന്നുണ്ട്. എന്താ ആ ഒരു സ്പോട്ടിൽ അവിടെ ഇരിക്കുന്നുണ്ടോ? ഞാൻ അവിടെയാണ് എൻ്റെ ബാഗും കാര്യങ്ങളൊക്കെ വെച്ചത്. അപ്പോൾ നോക്കാം. ഞാൻ ഹാമക്ക് കെട്ടാൻ പറ്റുമെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും ഹാമക്ക് കെട്ടിയിട്ടൊന്ന് കിടക്കാൻ പറ്റുമോ നോക്കട്ടെ. പിന്നെ ഷൂസ് ഇല്ലാത്തതുകൊണ്ട് നടക്കാൻ പറ്റില്ല. അപ്പോൾ ഷൂസ് ഇപ്പോൾ ഉണങ്ങിയിട്ടുണ്ടാവും. ഒന്ന് ഷൂസ് ഇട്ട് വന്നിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, കഴിക്കാല്ലേ? പിന്നെ അവിടെ ഹാമക്ക് കെട്ടാൻ പറ്റില്ല. അവിടെ ഒരു കശുമാവിൻ്റെ മരം കണ്ട, അതിൻ്റെ ബ്രാഞ്ചിൽ തന്നെ അപ്പുറം ഇപ്പുറം ആയിട്ട് കെട്ടാൻ പറ്റുമോ നോക്കാം. പക്ഷെ താഴെ വലിയ പുല്ല. കാടൊക്കെ വൃത്തിയാക്കണം. ഒന്നാമത് കാറ്റ്, ഏതാ കാറ്റ്? ആ വെള്ളക്കെട്ടില് കണ്ട താറാവ്. അങ്ങനെ പറക്കുന്ന താറാവ് ഫ്ലൈങ് ഡക്ക്. കുളത്തിൽ പറന്നു പോയി കിടക്കുന്ന ഇത്. ഓക്കെ ബാ, വിശക്ക. നോക്കാം. അയ്യോ, ഓ സെറ്റായില്ലേ? ഓഹോ, എന്താ മണം? എന്താ സെറ്റായില്ലേ? അടിപൊളി. നമ്മുടെ ബിരിയാണി ഏകദേശം സെറ്റായി അല്ലേ?
ഒരു തുള്ളി പോലും പുറത്തു പോരുതേ, നല്ല വിശപ്പുണ്ട്. മണ്ണുണ്ടാവും അടിയിൽ. ഓക്കെ, അടിപൊളി അല്ലേ? സെറ്റായി. നല്ല മണം. സെറ്റല്ലേ? അതെ, ഈ ബസ്മതിയിൽ വെക്കലില്ല ബിരിയാണി, ഒരു കൈമ റൈസിൽ വെക്കല്ലേ? ഇപ്പൊ മഴ പെയ്യും കേട്ടോ. മഴ പെയ്യുമ്പോൾ തന്നെ ഒരു കുളിവാസാക്കണം. ഏണ്ട് പുളിയൊക്കെ പാസ്സാക്കാം. എനിക്ക് എന്റെ ഡ്രോൺ നനയാതോ. അതൊന്നും കൊണ്ടുവന്നില്ലേ? ഷീറ്റില്ല. ഷീറ്റ് ഉണ്ട്, വലിച്ചു കെട്ടാനുള്ള സ്ഥലമല്ലല്ലോ. അല്ല, പൊത്തി വെച്ചാൽ മതിയല്ലോ. പെട്ടെന്ന് കഴിച്ചോ, മഴപ്പം പെയ്യൂ. അല്ല, അഡാറമായ പെയ്യാൻ പോകുന്നു. കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മള് ബിരിയാണി വെക്കണേ അല്ലേ? കുക്കർ ബിരിയാണി. ആരോ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ കുക്കർ ബിരിയാണി, കുക്കർ ബിരിയാണി. അപ്പൊ അതും കൂടി പൂർത്തിയാക്കിയിട്ടുണ്ടോ? ഞാൻ ആദ്യം വെക്കുമായിരുന്നു, ഞാനും ആശാനും. ഇത് എളുപ്പ പരിപാടിയാണല്ലോ. മഴ തുടങ്ങി. തുള്ളിട്ടു. പെട്ടെന്ന് കഴിക്കട്ടെ, മഴ പെയ്യാൻ തുടങ്ങി കേട്ടാ. ഡ്രോണൊക്കെ ഒന്ന് സെറ്റാക്കി. അതെ, ഇതായാലും ചോറില്ലേ? കഴിച്ചോ. എടുത്തോ. ഇവിടെ തന്നെ എവിടെയെങ്കിലും അത് ഇവിടെ എവിടെയും കളയരുത് കേട്ടാ, അല്ലാതെ പാറിപ്പോവാണ്. തലവടിക്കട്ടെ. വേണ്ട, അല്ല നമുക്ക് കുളിക്കണ്ടേ. ഞാൻ അത് ഈ സാധനങ്ങളൊക്കെ ഒന്ന് സേഫ് ആക്കട്ടെ. ഏതായാലും ചോറുണ്ട് കേട്ടോ. മതി, എനിക്ക് മതി. നീ കഴിക്കുന്ന വെച്ചിട്ട് ഞാൻ കഴിക്കട്ടെ. അവിടെ കുറച്ച് കഴിഞ്ഞിട്ട് നോക്കാം നമുക്ക്. കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കുമെങ്കിൽ മാത്രം വെച്ചാൽ മതി. അല്ല, കഴിച്ചോ, നിങ്ങൾ കഴിച്ചോ. ഈ മലേനെ ലൈറ്റ് കൊണ്ടുവന്നിട്ട് കളയാൻ പറ്റില്ല. നിങ്ങൾ തന്നെ കഴിച്ചോ. ലൈന് പോന്നാ ലൈനോ? ശബ്ദം കേൾക്കുന്നില്ല. ശബ്ദം കേൾക്കുന്നുണ്ട്, കാണൂല. നല്ല മഴക്കാർ മൂടിട്ടോ. മലേനെ മേളിൽ ലൈറ്റ് കൊണ്ടൊന്നും ഉണ്ടാക്കിയല്ലേ. ഇവിടെ വെച്ചേ കച്ചറ. ഈ ഷൂസ് ഇടാത്തോണ്ട് കല്ലിങ്ങനെ തടിക്കുക. താറാവ് പോകുന്നാണ്ടാ, അതിൽ കുഞ്ഞുണ്ടാട്ടോ അതിൻ്റെ കൂടെ. നീ പരിപാടികളൊന്നുമില്ല ഇനിയിപ്പോൾ എന്താ പറഞ്ഞാൽ, പിന്നെ ഇവിടെ ഷൂസ് പോയിട്ട് ഇടട്ടെ.
നടക്കാൻ ഭയങ്കര പ്രയാസം. ഷൂസ് ഇട്ടിട്ട്, ഷൂസ് അവിടെയുള്ള എന്താ അവിടെ പോയിട്ട് ഷൂസ് ഇടണം. വെള്ളം ചവിട്ടണോ വേണ്ടെന്നുള്ളതാണ്. എന്തായാലും ഇപ്പോൾ കുളിക്കല്ലേ, അപ്പം ഇപ്പം ഷൂസ് ഇടണ്ടല്ലേ, കുളിച്ചിട്ട് ഷൂസ് ഇടാം. ഷൂസൊക്കെ ഉണങ്ങിയോ? ആ, ഷൂസ് ഉണങ്ങി. കുറച്ചൊരു ചെറിയ നനവുണ്ട്. ഇതിട്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ അതിനേക്കാളും ആയുണ്ടായിരുന്നു വെള്ളം. അപ്പം അതിൻ്റെ അകത്തേക്ക് കയറി. സോക്സൊക്കെ ഉണങ്ങി. ഇന്ന് പിന്നെ ബാഗൊന്നും കൊണ്ടുവന്നില്ല. ജസ്റ്റ് അത്യാവശ്യത്തിനുള്ള സാധനങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നു. വെള്ളം, പിന്നെ അത്യാവശ്യം ടൂൾസ്, നൈഫ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുള്ളൂ. എന്തായാലും ഒരു കുളി പാസ്സാക്കാം, അതാണ് നല്ലത്. ആയൊന്നുമില്ല കേട്ടാ, ഇതേ ആയുള്ളൂ. ഇതാണ് നമ്മുടെ നാച്ചുറൽ ബാത്ത് ടബ്. ആഹാ, ആ
നല്ല മഴ കേട്ടോ, പെട്ടെന്ന് പാക്ക് ചെയ്യണം. ഇത്രയും ഭംഗിയുള്ള ഈ സ്ഥലത്ത് വന്നിട്ട് ഇങ്ങനെ ഒരു മഴയും കൊണ്ട് ഈ പ്രകൃതിയുടെ ഭംഗി ആസ്വദിച്ചില്ലെങ്കിൽ പിന്നെ എന്തിനാ ജീവിക്കുന്നല്ലേ?